ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിന് മുമ്പ് താൻ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ ഇന്ത്യയുടെ പുനരുപയോഗോർജ്ജ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുമെന്ന് മോദി പ്രതിജ്ഞയെടുത്തിരുന്നു. ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടനപത്രികയിൽ മെഗാ സോളാർ കാറ്റ് പാർക്കുകൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തുടനീളം പുനരുപയോഗ ഊർജ്ജം വിതരണം ചെയ്യാൻ പ്രാപ്തമായ ഗ്രീൻ എനർജി കോറിഡോർ വികസിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികൾ വിശദീകരിച്ചു. ഇന്ത്യയെ ഒരു പ്രമുഖ ആഗോള പുനരുപയോഗ ഉൽപ്പാദന കേന്ദ്രമായി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും അത് സംസാരിച്ചു. ഈ സംരംഭങ്ങൾ മലിനീകരണം കുറയ്ക്കുന്നതിനും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തിലെയും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും നിക്ഷേപ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനും രാജ്യത്തെ പ്രാപ്തമാക്കുന്നതിന് വളരെയേറെ മുന്നോട്ട് പോകും. 2024 ഏപ്രിലിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ക്യുമുലേറ്റീവ് സോളാർ പവർ ഇൻസ്റ്റാളേഷനുകൾ 82,637 മെഗാവാട്ടാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ വേരിയബിൾ സ്വഭാവം അർത്ഥമാക്കുന്നത് സായാഹ്ന തിരക്കുള്ള സമയങ്ങളിൽ വൻതോതിലുള്ള സൗരോർജ്ജ ശേഷി പരിമിതമായ ഉപയോഗമാണ്. ഇത് മറികടക്കാൻ 24 മണിക്കൂറും വൈദ്യുതി നൽകാൻ കഴിയുന്ന പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ സർക്കാർ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. കൂടുന്ന ഉപഭോഗം 2010-2014 സാമ്പത്തിക വർഷത്തിൽ 3500 മെഗാവാട്ടിൽ താഴെ ഉണ്ടായിരുന്നത് മോദി സർക്കാരിന്റെ ആദ്യ 2 ടേമുകളിൽ വാർഷിക ശരാശരി പുനരുപയോഗ ഊർജ്ജ ഉൽപ്പാദന ഇൻസ്റ്റാളേഷനുകൾ 11,400 മെഗാവാട്ടായി വർദ്ധിച്ചു. വൻതോതിലുള്ള കപ്പാസിറ്റി കൂട്ടിച്ചേർക്കലുകൾ പുനരുപയോഗിക്കാവുന്ന വൈദ്യുതി ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിനും ഒരു പരിധിവരെ വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനും സഹായിച്ചു. ശുദ്ധമായ ഊർജ്ജത്തിലും സുസ്ഥിരതയിലും രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് ഒരു മികച്ച മാർഗമാണ്. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജത്തിൽ പെട്ടെന്നുതന്നെ ഉയർച്ച ഉണ്ടാകുന്ന കമ്പനികൾ നോക്കാം. അദാനി ഗ്രീൻ എനർജി, ടാറ്റ പവർ, JSW എനർജി, NTPC തുടങ്ങിയവ. അദാനി ഗ്രീൻ എനർജി ഇന്ത്യയിലെ അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പുനരുപയോഗ ഊർജ്ജ കമ്പനിയാണ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്. ഇത് ഭൂരിപക്ഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ കമ്പനിയായ അദാനി ഗ്രൂപ്പും ന്യൂനപക്ഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള ടോട്ടൽ എനർജീസുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ഫോട്ടോവോൾട്ടേക് പ്ലാന്റുകളിലൊന്നായ കമുത്തി സോളാർ പവർ പ്രോജക്ട് കമ്പനി പ്രവർത്തിപ്പിക്കുന്നു. ജനറൽ ഇൻഫർമേഷൻ. ഷെയർ ഹോൾഡിംഗ്. Balance sheet. ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ്. ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ് ഇന്ത്യയിലെ മുംബൈ ആസ്ഥാനമായുള്ള ഒരു ഇന്ത്യൻ ഇലക്ട്രിക് യൂട്ടിലിറ്റി ആൻഡ് ഇലക്ട്രിസിറ്റി ജനറേഷൻ കമ്പനിയാണ്. ഇത് ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. 14,110 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ളതിൽ 5,250 മെഗാവാട്ട് പാരമ്പര്യേതര സ്രോതസ്സുകളിൽ നിന്നുള്ളതാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയോജിത വൈദ്യുതി കമ്പനിയായി മാറുന്നു. 2017 ഫെബ്രുവരിയിൽ 1 GW സോളാർ മൊഡ്യൂളുകൾ കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയായി ടാറ്റ പവർ മാറി. ടെക്നിക്കൽ പെർഫോമൻസ്. Shareholding. Balance sheet. JSW Energy Limited. JSW Energy Limited വൈദ്യുതി ഉൽപ്പാദനം, പ്രക്ഷേപണം, വ്യാപാരം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ പവർ കമ്പനിയാണ്. ഇത് JSW ഗ്രൂപ്പിന്റെ ഭാഗമാണ്. Technical performance. Shareholding. Balance sheet. NTPC Limited. മുമ്പ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്നറിയപ്പെട്ടിരുന്ന NTPC ലിമിറ്റഡ് വൈദ്യുതി ഉൽപ്പാദനത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യുതി മന്ത്രാലയത്തിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും ഉടമസ്ഥതയിലുള്ള ഒരു ഇന്ത്യൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡുകളിലേക്കുള്ള വൈദ്യുതി ഉൽപ്പാദനവും വിതരണവുമാണ് NTPCയുടെ പ്രധാന പ്രവർത്തനം. ടെക്നിക്കൽ പെർഫോമൻസ്.
shareholding. Balance sheet. Conclusion. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റിന്റെ ആദ്യ 2 ടേമുകളും പുനരുപയോഗ ഊർജ്ജ ഉൽപ്പാദന ശേഷിയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച കൈവരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാന വൈദ്യുതി ബോർഡുകളും വൈദ്യുതി വിതരണ കമ്പനികളും പീക്ക് ഡിമാൻഡ് സമയങ്ങളിൽ വൈദ്യുതി ക്ഷാമം നേരിടുന്നതിനാൽ പീക്ക് പവർ ഡിമാൻഡ് നിറവേറ്റാൻ കഴിയുന്ന വൈദ്യുതി ഉൽപ്പാദന ശേഷിയിലേക്ക് പുതിയ സർക്കാരിന്റെ ശ്രദ്ധ തിരിയുന്നു. Thank you.